മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി. 7 ദേശങ്ങളിലെയും ജനങ്ങളെ സാക്ഷിയാക്കി ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർക്കാവിൽ പൂരത്തിന് കൊടിയേറി. പത്ത് നാളത്തെ പറയെടുപ്പിന് ശേഷം ഫെബ്രുവരി 24-ന് കുംഭമാസത്തെ മകന്നാളിലാണ് പ്രശസ്തമായ ചിനക്കത്തൂർ പൂരം. 17 ദിവസമായി നടക്കുന്ന തോൽപ്പാവക്കൂത്തിന് സമാപനം കുറിച്ച് ദേശങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവരെല്ലാം എത്തിയോ എന്ന് കോമരം വിളിച്ചു ചോദിച്ച് 3-ാം വട്ടം സമ്മതം ലഭിക്കുന്നതോടെ തട്ടകത്തിലുള്ളവരുടെ അയ്യോ വിളികൾക്കിടെയാണ് കൊടിയേറ്റം നടന്നത്. ഇനി പൂരനാളുകളിലേക്ക് ദേശങ്ങളും ഒരുങ്ങുന്നു. കൊടിയേറ്റത്തിന് പിന്നാലെ പറയെടുപ്പ് ആരംഭിച്ച ദേശ കമ്മിറ്റികൾ. ചിനക്കത്തൂർ പൂരം കൊടിയേറിയതോടെ ദേശങ്ങളിലെ പറയെടുപ്പും ആരംഭിച്ചു. ആദ്യ ദിനം ക്ഷേത്ര മൈതാനത്ത് ആരംഭിച്ച് മാത്തൂർ മനയിൽ നിന്നായിരുന്നു പറയെടുപ്പ് തുടങ്ങിയത്. ആദ്യ ദിനം മാത്തൂർ മനയിൽ നിന്ന് ആരംഭിച്ച് തമ്പാൻ ബംഗ്ലാവിൽ അവസാനിക്കുന്ന രീതിയിലാണ് പറയെടുപ്പ് ക്രമീകരിച്ചിരുന്നത്. ചിനക്കത്തൂർ പൂരത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. ചിനക്കത്തൂർ പൂരത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ഡ്രോൺ ക്യാമറ സംവിധാനം ഒരുക്കും. പൂരത്തിന്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റി ഭാരവാഹികളുടെയും ദേവസ്വം അധികൃതരുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും യോഗത്തിലാണ് തീരുമാനമായത്. ലക്കിടി മുതൽ 19-ാം മൈൽ വരെയാകും പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണം. 1,00,000 പേരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് കൂടുതൽ പോലീസുകാരെ നിയോഗിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 22 മുതൽ ക്ഷേത്ര മൈതാനിയിൽ പോലീസ് ഔട്ട്പോസ്റ്റ് പ്രവർത്തനം ആരംഭിക്കും.
പൂരപ്പറമ്പും പരിസരവും പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാകും. ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചതായി ദേവസ്വം അധികൃതർ യോഗത്തിൽ പറഞ്ഞു. നാസിക് ഡോൾ ഉൾപ്പെടെ ഉയർന്ന ശബ്ദമുള്ള വാദ്യങ്ങൾ അനുവദിക്കില്ല. കുതിര, ആന എഴുന്നള്ളിപ്പുകൾക്കാവശ്യമായ പോലീസ് സംരക്ഷണം ഒരുക്കും. വനം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആനകൾക്ക് മാത്രമാകും എഴുന്നള്ളിപ്പിന് അനുമതി. മുഴുവൻ സമയവും വിദഗ്ധർ നേതൃത്വം നൽകുന്ന എലിഫന്റ് സ്ക്വാഡിൻ്റെ സേവനവും സ്ഥലത്തുണ്ടാവും. പൂരം ആഘോഷിക്കുന്ന 24-ന് പാലക്കാട് കുളപ്പള്ളി പ്രധാന പാതയിൽ പതിവ് പോലെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാനും ക്ഷേത്ര പരിസരത്ത് ഹരിത പെരുമാറ്റച്ചട്ടം ഉറപ്പുവരുത്താനും സബ് കളക്ടർ നിർദ്ദേശം നൽകി. കുതിരകളും തേരുകളും വരുന്ന ഭാഗത്തെ വൈദ്യുതി ലൈനുകളും കേബിൾ TV ലൈനുകളും കൃത്യമായി മാറ്റാനും സബ് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂരപ്പറമ്പിലെ ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും ലക്കിടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടർമാരെ ഉൾപ്പെടെ വിന്യസിക്കാനും യോഗം തീരുമാനമായി. ഇതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് അസിസ്റ്റന്റ് കളക്ടർ OV ആൽഫ്രഡ്, ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ K ജാനകിദേവി, തഹസിൽദാർ ആൻഡോ ജേക്കബ്, സബ് കളക്ടർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് MP ആനന്ദ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വകുപ്പ് മേധാവികളും വിവിധ ദേശകമ്മിറ്റികളുടെ പ്രതിനിധികളും യോഗത്തിൽ സംസാരിച്ചു. പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോകുമ്പോൾ ഈ മറയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഇത് കൊടുക്കുന്നുണ്ട്. അതെവിടെ കൊടുക്കാറുണ്ടോ? ഈ സ്പോൺസേഴ്സ് കൊടുക്കുന്ന സാധാരണ ക്യാപ്പോ അത് കൊടുക്കുന്നുണ്ട്. അതാണ് പൂരപ്പറമ്പ് നിറച്ചും ആൾക്കാർ വലിച്ചെറിഞ്ഞ് പോകുന്നത്. അപ്പോൾ അതിന് കൊടുക്കുന്ന ആളുകളോടും വരുന്ന ആളുകളോടും ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കണം. ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. ഇത് പോകുന്ന വഴിയിൽ തന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ ഇടാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഇത്രയും ഒരു മീറ്റിംഗ് കൂടി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ ഇത് കമ്മിറ്റിക്കാരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് ഒഴിവാക്കും. പെട്ടെന്ന് ഓർമ്മ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പൂരം എല്ലാവരും ഒരുമിച്ച് നടത്തേണ്ടതാണ്. മുമ്പ് നടന്നതുപോലെ എല്ലാ വകുപ്പുകളും പൂർണ്ണമായ ഏകോപനത്തോടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളൊരു ഹോൾമാർക്കായി കൊണ്ടുവരാം. നമുക്ക് ഒരു വൃത്തിയും ഒരു വെടിപ്പില് വേസ്റ്റ് ഇല്ലാതെ എന്തായാലും കാണാനും ഭംഗിയാണ്. നമുക്ക് എല്ലാ അപ്പം നമ്മൾ ആ ഒരു രീതിയിലേക്ക് പൂരം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. വരുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ റെസ്പോൺസിബിൾ ആക്കാൻ ശ്രമിക്കുക. ആ ഒരു നമുക്ക് ഇതുവരെ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ എന്തായാലും ഈ പൂരം തൊട്ട് രജിസ്റ്റർ ആയിട്ട് അത് നമുക്ക് നോക്കാൻ ശ്രമിക്കുക. അത് കമ്മിറ്റിയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാവിധ സഹകരണങ്ങളും കിട്ടും. നമ്മൾ അതൊന്ന് പൂർണ്ണമായിട്ട് ഇത്തവണ നമ്മളൊരു ഹാൾമാർക്കായി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. അത് കുറച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കൂടെ അതും കൂടെ കൊടുക്കുക. ഒരു ഗ്രീൻ മാലിന്യമുക്ത വലിച്ചെറിയുമുക്ത ഒരു പൂരമായി മാറ്റാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇനിയൊരു ഇടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. പൂരത്തിന്റെ ആവേശവുമായി ഒറ്റപ്പാലം ദേശം ഒരുങ്ങുന്നു. ചിനക്കത്തൂർ പൂരത്തിനൊരുങ്ങി ഒറ്റപ്പാലം ദേശവും. ഫെബ്രുവരി 24 നടക്കുന്ന ചിനക്കത്തൂർ പൂരത്തിനോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരുന്ന വിപുലമായ ആഘോഷങ്ങൾക്ക് ഒറ്റപ്പാലം ദേശവും തുടക്കം കുറിച്ചു. ഫെബ്രുവരി 3 ദേശക്കൂത്തോടെയാണ് ഒറ്റപ്പാലം ദേശത്തിൻ്റെ പൂരാഘോഷം തുടങ്ങിയത്. തുടർന്ന് പ്രശസ്ത കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന പരിപാടികളും നടക്കുന്നുണ്ട്. ഫെബ്രുവരി 15 മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പറയെടുപ്പും ദേശകമ്മിറ്റി ഒരുക്കുന്നുണ്ട്.
ഒറ്റപ്പാലം NSS KPD ഹൈസ്കൂളിലാണ് കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന പരിപാടികൾ നടക്കുന്നത്. ആദ്യ ദിവസമായ ഫെബ്രുവരി 18-ന് ഷാലു മേനോൻ അവതരിപ്പിക്കുന്ന രൗദ്രമുഖിയും, 19-ന് വൈകിട്ട് പാട്ടുകളിയാട്ടവും, 20-ന് ജാസ്മിൻ ഒറ്റപ്പാലം നയിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷനും, 21-ന് ആലപ്പുഴ കല്യാൺ ബീറ്റ്സിൻ്റെ ഗാനമേളയും, 22-ന് മഴവിൽ മനോരമ ചാനലിലെ ഒരു ചിരി ഇരുചിരിയുടെ പ്രോഗ്രാമും, 23-ന് കലാമണ്ഡലം ബലരാമൻ കലാനിലയം ഉദയൻ നമ്പൂതിരി എന്നിവരുടെ ഡബിൾ തായമ്പകയും നടക്കും. 7-ന് നൃത്തനൃത്യങ്ങളും അരങ്ങേറും. പൂരത്തലന്ന് ഉച്ചയ്ക്ക് തലവയ്ക്കൽ, അന്ന് വൈകിട്ട് 5 മുതൽ ആനച്ചമയ പ്രദർശനം എന്നിങ്ങനെയും നടക്കുന്നുണ്ട്. പൂരം നാൾ പെരുവനംകുട്ടന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളമാണ് പ്രത്യേകമായി ഒറ്റപ്പാലം ദേശ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. ഒറ്റപ്പാലം ദേശ കമ്മിറ്റിക്ക് വേണ്ടി ഗജവീരന്മാരായി മരുതൂർ കുളങ്ങര മഹാദേവൻ, മംഗലാംകുന്ന് ഉമാമഹേശ്വരൻ, മംഗലാംകുന്ന് അയ്യപ്പൻ, മംഗലാംകുന്ന് ശരണയ്യപ്പൻ, മംഗലാംകുന്ന് മുകുന്ദൻ എന്നിവർ പങ്കെടുക്കുമെന്ന് ഒറ്റപ്പാലം ദേശ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ACUക്ക് നൽകിയ പ്രത്യേക വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി K. ശിവദാസ്, പ്രസിഡന്റ് K. കരുണാകരൻ, ട്രഷറർ S. സെൽവൻ, 5 ദേശം കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധി P. രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി K. സുനിൽകുമാർ, കൺവീനർ PM അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൂരത്തിനോടനുബന്ധിച്ച് ഒറ്റപ്പാലം ദേശ കമ്മിറ്റി വളരെ വിപുലമായ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള പരിപാടികളാണ് കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആരംഭഘട്ടം എന്നുള്ള നിലയിൽ 18-ാം തീയതി ആരംഭം കുറിക്കുകയാണ്. ഒറ്റപ്പാലം NSS KPD ഹൈസ്കൂളിൽ വെച്ചാണ് ദേശ കമ്മിറ്റിയുടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ, അതുപോലെ തന്നെ ആന, പ്രഗത്ഭ വലിയ ആനകൾ, അതുപോലെ തന്നെ നമ്മുടെ വാദ്യകലാകാരന്മാർ, ഇങ്ങനെയെല്ലാം ചേർത്ത് ഒതുക്കിക്കൊണ്ട് ഫാൻസി വെടിക്കെട്ട് ഉൾപ്പെടെ ഉള്ള പരിപാടികളാണ് നമ്മുടെ ഒറ്റപ്പാലം ഹൈസ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ 23-ാം തീയതി ഉച്ചയ്ക്ക് ദേശക്കുതിരയ്ക്ക് തലവെക്കുക എന്നുള്ള ചടങ്ങുണ്ട്. അതിനുശേഷം തലേ ദിവസം തന്നെ അന്നത്തെ ദിവസം തായമ്പക, ഡബിൾ തായമ്പക. അതിനുശേഷം പിറ്റേ രാവിലെ, ഒരു ദിവസം രാവിലെ അതിപ്രഗത്ഭരായ വാദ്യകലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒറ്റപ്പാലം. അതിനുശേഷം പത്മശ്രീ പെരുവനംകുട്ടന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം, പിന്നെ തുടർന്ന് ആന എഴുന്നള്ളിപ്പ്, അതിനുശേഷം നമ്മുടെ കാവല് പടിഞ്ഞാറഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള അതിഗംഭീരമായ ആന എഴുന്നള്ളിപ്പും പാണ്ടിമേളവും കാവല്. അതിനുശേഷം പടിഞ്ഞാറഞ്ചേരിയുടെ വെടിക്കെട്ട്, 5 ദേശം ചേർന്നതാണ് പടിഞ്ഞാറഞ്ചേരി എന്ന് പറയുന്നത്. ആ പടിഞ്ഞാറഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള വെടിക്കെട്ട്, ഇത്തരം കാര്യങ്ങളാണ് പൂരത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പൂര ദിവസം ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ് പരിഹരിക്കാനായി ഭക്ഷണ സൗകര്യം ഒരുക്കുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇതിനായി പ്രത്യേക സംവിധാനം ഒരുക്കുവാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പൂരത്തിൻ്റെ ഭാഗമായി പ്രത്യേക പന്തലുകളും 5 ദേശം കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടും നടത്തുവാനും തീരുമാനമായതായി ഒറ്റപ്പാലം കമ്മിറ്റി അറിയിച്ചു. അതിന് പുറമെ പ്രത്യേകമായി കൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു ദിവസം ഒറ്റപ്പാലം പ്രദേശത്ത് തന്നെ ഒരു ഭക്ഷണം ലഭിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ കമ്മിറ്റി തീരുമാനമെടുത്തു, ഒറ്റപ്പാലം ഹൈസ്കൂളിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അനവധി ആളുകൾ ഒറ്റപ്പാലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രയാസം നേരിടുന്നത്. മാത്രമല്ല ദേശവാസികൾ, അതുപോലെ തന്നെ പൂരം കാണാൻ വരുന്ന ആളുകൾ, തൊട്ട് പ്രദേശത്ത് കിടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു വൻ തിരക്ക് ഈ ഉച്ചനേരത്തെ ഞങ്ങൾ പൂരസദ്യ എന്ന പേരിൽ ഹൈസ്കൂളിൽ തന്നെ ഒരുക്കാറ്. അപ്പോൾ ഈ വർഷവും അത് വിപുലമായ രീതിയിൽ തന്നെ നടത്താനാണ് കമ്മിറ്റി തീരുമാനിച്ചത്. പൂരം ആലോചനാ യോഗത്തിന് അറിയിപ്പ് ലഭിച്ചില്ലെന്ന് ഒറ്റപ്പാലം ദേശ കമ്മിറ്റി. ചിനക്കത്തൂർ പൂരവുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ വിളിച്ചുകൂട്ടിയ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ദേശ കമ്മിറ്റിയുടെയും യോഗത്തിലേക്ക് അറിയിപ്പ് ലഭിച്ചില്ലെന്ന പരാതിയുമായി ഒറ്റപ്പാലം ദേശ കമ്മിറ്റി. അറിയിപ്പ് ലഭിക്കാത്തത് മൂലം ദേശത്തിൻ്റെ അഭിപ്രായം അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നും പൂരമഹോത്സവം ഗംഭീരമാക്കാൻ അവസരം തരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചിനക്കത്തൂർ പൂരത്തിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഒരു ആലോചനാ യോഗം ഇന്നലെ നടന്നതായി ഒറ്റപ്പാലം ദേശ കമ്മിറ്റി അറിയാൻ കഴിഞ്ഞു. എന്നാൽ ഒറ്റപ്പാലം ദേശ കമ്മിറ്റിക്ക് വർഷങ്ങളായി തന്നെ അറിയിപ്പ് ലഭിക്കുകയും ഉണ്ടായിട്ടുള്ള ആ മിനിറ്റ്സിൽ തന്നെ നമ്മുടെ ഒറ്റപ്പാലം ദേശ കമ്മിറ്റിയെ വിളിക്കാറുണ്ട്. ഒറ്റപ്പാലം
നിവാസികളുടെ പ്രശ്നങ്ങൾ, പറയെടുപ്പുമായിട്ടുള്ള പൂരവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ പരിഹരിക്കപ്പെടേണ്ട യോഗത്തിൽ ഒറ്റപ്പാലം ദേശ കമ്മിറ്റിയെ ക്ഷണിക്കാഞ്ഞത് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതിനൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായി എല്ലാ വിഭാഗവും ആളുകൾ, ഫോറസ്റ്റ്, പോലീസ്, എക്സൈസ്, വാട്ടർ അതോറിറ്റി, അതുപോലെ തുടങ്ങിയ എല്ലാ മേഖലയും പോലീസ് അധികാരികളും ഒക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷമകരമായ കാര്യമുള്ളത്. യോഗത്തിലുയർന്ന പരാതിയുടെ ഭാഗമായി സബ് കളക്ടറെ പരാതി അറിയിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ACVക്ക് അനുവദിച്ച പ്രസ് മീറ്റിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ദേശ കമ്മിറ്റി പ്രസിഡന്റ് കരുണാകരൻ, സെക്രട്ടറി K ശിവദാസൻ, ട്രഷറർ S സെൽവൻ, 5 ദേശം കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധി P രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി K സുനിൽകുമാർ, കൺവീനർ PM അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം ദേശത്തിന്റെ പറയെടുപ്പിന് തുടക്കമായി. ചിനക്കത്തൂർ പൂരം കൊടിയേറിയതിനു പിന്നാലെ ദേശങ്ങളിലും പറയെടുപ്പ് ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി തന്നെ ഒറ്റപ്പാലം ദേശ കമ്മിറ്റിയുടെ പറയെടുപ്പും ആരംഭിച്ചതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ACVക്ക് അനുവദിച്ച പ്രത്യേക പ്രസ് മീറ്റിലാണ് സെക്രട്ടറി K ശിവദാസൻ, പ്രസിഡന്റ് K കരുണാകരൻ, ട്രഷറർ S സെൽവൻ, 5 ദേശം കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധി രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി K സുനിൽകുമാർ, കൺവീനർ PM അനൂപ് എന്നിവർ അറിയിച്ചു. 10 ദിവസമാണ് ഒറ്റപ്പാലം ദേശ കമ്മിറ്റിയുടെ പറയെടുപ്പ് നടക്കുന്നത്. 3 ദിവസങ്ങളിലായിക്കൊണ്ടാണ് പറയെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 3 ദിവസങ്ങളിലുമായി വിവിധ തരത്തിലുള്ള പറകൾ, മറ്റ് ദേശങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള പറകൾ, അതിൽ എന്തെല്ലാമാണോ ഇനി ഉള്ളത് ഇല്ലാത്തത് എന്ന് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള വിവിധ പറകൾ തന്നെയാണ് നമ്മുടെ പല പ്രദേശത്തും കാണുന്നത്. സാധാരണ പറ എടുക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ എത്തുന്ന പറകളുടെ വർധനവും കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് പറ വരികയാണ്, 1 മണിക്കൂർ വരികയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 3 ദിവസവും ഒറ്റപ്പാലം ദേശത്ത് വിപുലമായ രീതിയിലുള്ള പറയെടുപ്പ്. അതിൻ്റെ സങ്കല്പം തന്നെ ദേവി തട്ടകത്തിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ദേവിയുടെ സാന്നിധ്യം, ദേവി എത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ട് അതിലുള്ളത്. അതുകൊണ്ട് ദേവിയെ അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ നമ്മളെ ദേവിയെ സ്വീകരിക്കാനും ദേവിയുടെ അനുഗ്രഹം ഒക്കെ തന്നെ നമുക്കുണ്ടാവാനും ഒക്കെ ഉള്ള എല്ലാ ഭാഗവും അതിലെ എല്ലാ പ്രദേശത്തുമൊക്കെ അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 903477943671, 9447040615, 9847040616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. പൂരത്തിന്റെ ആവേശത്തിലേക്ക് പാലപ്പുറം ദേശം. പൂരം കൊടിയേറിയതിനു പിന്നാലെ അവസാനവട്ട ഒരുക്കങ്ങളായി പാലപ്പുറം ദേശ കമ്മിറ്റി. ഈ വർഷവും പാലപ്പുറം ദേശ കമ്മിറ്റി അതിഗംഭീരമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. പൂരത്തോടടുക്കുന്ന ദിവസങ്ങളിൽ പ്രശസ്തരായ കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ച് ആദ്യമായി ദേശോത്സവം എന്ന പേരിൽ 3 ദിവസം നീളുന്ന പരിപാടി ഒരുക്കുന്നു എന്നതാണ് പ്രത്യേകത. ഫെബ്രുവരി 15 മുതൽ പരിപാടികൾ ആരംഭിക്കും.
പ്രശസ്ത ഗായകരായ ജാസി ഗിഫ്റ്റ്, രഞ്ജിനി ജോസ്, അതുൽ നർഗര എന്നിവരും കലാപ്രതിഭകൾ സംഘടിപ്പിക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറുമെന്നും ACVക്ക് അനുവദിച്ച പ്രത്യേക പ്രസ് മീറ്റിൽ പാലപ്പുറം ദേശ കമ്മിറ്റി പ്രസിഡന്റ് R. മണികണ്ഠൻ, സെക്രട്ടറി VP മനോജ് കുമാർ, ഗജാൻജി അശോക് കുമാർ, രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. പൂരത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ ഏകദേശം 90% നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പാലപ്പുറം ദേശം ഇക്കൊല്ലം തൊട്ടിട്ട് ഇന്നലെ കൊടിയേറ്റം കഴിഞ്ഞ് ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ ദേശോത്സവം എന്ന പേരിൽ ഒരു മാമാങ്കം തന്നെ ഇവിടെ നടത്തുകയാണ് ചെനക്കത്തൂർ കാവ് ഗ്രൗണ്ടിൽ. ഫെബ്രുവരി 14 തീയതി പ്രശസ്ത പിന്നണി ഗായകനായ ജാസി ഗിഫ്റ്റും ഗായികയായ രഞ്ജിനി ജോസും ടീമും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര ഗാനമേള ദൃശ്യമികവോടുകൂടി പല്ലശന റംല സൗണ്ട്സിൻ്റെ ദൃശ്യമികവോടുകൂടിയിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി 15 ഇപ്പോൾ യുവ ഫോക്ലോർ അവാർഡ് ജേതാവും ട്രെൻഡ് പാട്ടുകളുമായി നാടൻ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ അതുൽ നറുകരയുടെ നേതൃത്വത്തിലുള്ള സോളോ ഫോക്കിൻ്റെ ബാൻഡും നാളെ 7 മണി മുതൽ ഇതേ വേദിയിൽ ചെനക്കത്തൂർ കാവ് ഗ്രൗണ്ടിൽ ദേശോത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കും. ഫെബ്രുവരി 16 തീയതി ദേശോത്സവത്തിൻ്റെ സമാപന ദിനമായ അന്ന് ആദ്യം ആദരസന്ധ്യ ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ S. അജയ്കുമാർ അവർ ഉദ്ഘാടനം ചെയ്യും. ചെനക്കത്തൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ ദേശത്ത് ചെനക്കത്തൂർ പൂരത്തിന് ആത്മസമർപ്പണമായി പ്രവർത്തിച്ച കലാകാരന്മാരെയും അതിനോട് പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെയും ആദരിക്കുക എന്ന ചടങ്ങാണ് ആദരസന്ധ്യ. അതിനുശേഷം ദേശത്തെയും ഇവിടത്തെയും കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗംഭീര നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് 10 മണി വരെ. അതോടുകൂടി ഈ വർഷത്തെ ദേശോത്സവം സമാപിച്ചുകൊണ്ട് പാലപ്പുറം ദേശം പൂരോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ്. 22 തുടങ്ങുന്ന പൂരത്താലപ്പൊലി 23 കുമ്മാട്ടി, തുടർന്ന് വൈകുന്നേരം 4 മണി മുതൽ പാലപ്പുറം ദേശം പൂര കമ്മിറ്റി ഓഫീസ് ഹാളിൽ ദേശസമയ പ്രദർശനവും, പൂരം നടക്കുന്ന 24 വൈകിട്ട് വെടിക്കെട്ടും 25 പുലർച്ചെ വെടിക്കെട്ടും സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തവണത്തെ പാലപ്പുറം ദേശ കമ്മിറ്റിയുടെ ഗജവീരന്മാരായി എത്തുന്നത് ഊട്ടോളി അനന്തൻ, അക്കിക്കാവ് കാർത്തികേയൻ, പെരിങ്ങലിപ്പുറം അപ്പു എന്നിവരാണ്. നാദം ബൈജു എടപ്പൾ ഒരുക്കുന്ന പന്തൽ ദീപാലങ്കാരവും ചെറുപുഷ്പം ഡെക്കറേറ്റേഴ്സ് പാലപ്പുറം അവതരിപ്പിക്കുന്ന നിലപ്പന്തലും പാലപ്പുറം ദേശ കമ്മിറ്റിയുടെ പകിട്ടാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ 35 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കൃഷിക്ക് ഭീഷണിയായി നിൽക്കുന്ന കാട്ടുപന്നികളെ ദൗത്യസംഘം വെടിവെച്ചു കൊന്നു. 35 പന്നികളെയാണ് മണിക്കൂറുകൾക്കകം വെടിവെച്ചു കൊന്നത്. പരിശീലനം ലഭിച്ച ഷൂട്ടർ അലി നെല്ലയ്യങ്കരയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘമാണ് ഷൂട്ടിങ്ങിന് ഏർപ്പെട്ടത്. കണ്ണിയമ്പുറം, തെന്നടി ബസാർ, പാലപ്പുറം, കണ്ണിയമ്പുറം, കയറമ്പാറ, തോട്ടക്കര, ഈസ്റ്റ് ഒറ്റപ്പാലം പ്രദേശങ്ങളിലെ 11 വാർഡുകളിലാണ് കൃഷിക്ക് ഭീഷണിയായി കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്നികളെ വെടിവെച്ചു കൊന്നത്. പുലർച്ചെ 5 തുടങ്ങിയ ദൗത്യം ഉച്ചകഴിഞ്ഞ് 3:30 അവസാനിച്ചു. 4 ഷൂട്ടർമാരുൾപ്പെടെ 30 പേർ ദൗത്യത്തിൽ പങ്കാളികളായി. പ്രത്യേക പരിശീലനം നേടിയ 8 നായ്ക്കളും ദൗത്യത്തിലുണ്ടായിരുന്നു. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി ജഡങ്ങൾ സംസ്കരിച്ചു. ഇതിനു മുമ്പും 2 തവണ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നതായി നഗരസഭ അധികൃതർ അറിയിച്ചു. രാവിലെ മുതൽ ഇവിടെ ഈ കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കൊക്കെ ഉപദ്രവം ചെയ്യുന്ന കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുന്ന ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ഞങ്ങളുടെ ടീം ഒരു ചെറിയ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഏതാണ്ട് 35 കാട്ടുപന്നികളെ നശിപ്പിക്കാൻ സാധിച്ചു. വളരെ വിപരീതമായ പല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ ഷൂട്ടേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ സഹായികളും പ്രഗത്ഭരായ പരിചയസമ്പന്നരായ ഞങ്ങളുടെ ഡോഗ്സും സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും അധികം എണ്ണത്തെ ഞങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇത് നശിപ്പിക്കാൻ സാധിച്ചത്. ഇതിൽ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പന്നി വെടിവെച്ചു കൊണ്ടിട്ടുള്ളത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ മുനിസിപ്പാലിറ്റിയായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ഒരു ബന്ധവും അതുപോലെ തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് പ്രസിഡന്റും. ഒറ്റപ്പാലം നഗരസഭയിലെ 12 വാർഡുകളിൽ നിന്നായി 35 കാട്ടുപന്നികളെയാണ് ഇന്ന് അടിക്കുകയും കൂട്ടുകാരും ചേർന്ന് പിടിച്ചിട്ടുള്ളത്. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. ഇവരുടെ ഈ പദ്ധതി പ്രകാരം തന്നെ തമിഴ്നാടുകളിൽ നിന്ന് പോലും ആളുകളെത്തി അവർക്കും ഇങ്ങനെ ഒരു പദ്ധതി ചെയ്യണമെന്നൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട്
ജില്ലാ ഓഫീസർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായി. അപ്പോൾ നഗരസഭയ്ക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെയൊരു പദ്ധതി ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുവേണ്ടി പ്രയത്നം ഇവർക്ക് എല്ലാവിധ ആശംസകളും പറയണം. അതിലുപരി നമ്മുടെ ഈ സ്ഥലത്ത് കുഴിച്ചിടുന്നത് നന്ദകുമാർ എസ്റ്റേറ്റ് ഹോം ഫാം എന്നവരുടെ സ്ഥലത്താണ്. അവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളു. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകനായിരുന്ന PM പരമേശ്വരൻ നമ്പൂതിരിക്ക് യാത്രയയപ്പ് നൽകി. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6 വർഷം പ്രധാന അധ്യാപകനായി സേവനം ചെയ്ത PM പരമേശ്വരൻ നമ്പൂതിരിക്ക് യാത്രയയപ്പ് നൽകി. പ്രശസ്ത കവിയും അഭിഭാഷകനുമായ PT നരേന്ദ്രമേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്നാണ് സ്കൂളിൽ നിന്നും PM പരമേശ്വരൻ നമ്പൂതിരിക്ക് യാത്രയയപ്പ് നൽകിയത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, പ്രിൻസിപ്പൽ ഇൻചാർജ് C ശ്രീകല, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് KA നൂർജ, അധ്യാപകരായ K രാമചന്ദ്രൻ, PA അബ്ദുൾ നാസർ, മുൻ പ്രിൻസിപ്പൽ ഗീത എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം വരോട് KPS മേനോൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും നടത്തി. ഒറ്റപ്പാലം വരോട് KPS മേനോൻ മെമ്മോറിയൽ VHSE സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന S ഗീത, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന C രമാശേഖർ, ജോസഫ് ഹെൻറി എന്നീ അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സബിത മണികണ്ഠൻ അധ്യക്ഷയായി. മുൻ MLA P ഉണ്ണി മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K അബ്ദുൾ നാസർ, T ലത, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV മനോജ് കുമാർ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ K പ്രഭാകരൻ, സ്കൂൾ മാനേജർ ഡോക്ടർ K രവികുമാർ, C രാജേഷ് കുമാർ, NK സനോജ്, SR പ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.